വെൽക്കം എവരിബഡി. സോ നമ്മൾക്കിന്ന് മോഡേൺ മെഡിക്കൽ സയൻസിനെ കുറിച്ച് സംസാരിക്കാം. സി കേരളം, നമ്മൾക്കറിയാം, കേരളം ഇന്ന് ലോകോത്തര നിലവാരമുള്ള ഒരു ആരോഗ്യ മേഖലയുള്ള ഒരു സംസ്ഥാനം. എങ്കിൽ പോലും ചില വാർത്തകൾ കേൾക്കുമ്പോൾ ഞാൻ ഓർക്കാറുണ്ട്, ഇങ്ങനെയും ചില ന്യൂനപക്ഷ ജനങ്ങൾക്ക് മാത്രം നമ്മുടെ ചികിത്സാ രീതികളോടൊരു എതിർപ്പുള്ളത് പോലെ. അതിനെക്കുറിച്ച് പഠിക്കാൻ നമ്മൾ ഇറങ്ങിത്തിരിച്ചാൽ നമ്മൾക്ക് കാണാൻ സാധിക്കും, ഇതിൻ്റെയൊക്കെ പ്രധാന ഉത്ഭവം ഒന്നെങ്കിൽ മത നേതാക്കളിൽ നിന്ന്, അല്ലെങ്കിൽ സമൂഹത്തിലെ മുതിർന്ന ആൾക്കാരിൽ നിന്ന്. അവരിൽ നിന്നും പകർന്നു കിട്ടുന്ന പല പാഠങ്ങളുമാണ് ഇന്നത്തെ നിലവിലെ പുതിയ ശാസ്ത്രീയമായ മെഡിക്കൽ ചികിത്സകളെ ആൾക്കാർ എതിർക്കുവാൻ കാരണം, അഥവാ ആൾക്കാർ അതിനൊരു വിശ്വാസ്യത കുറയുവാൻ കാരണം. നമ്മൾ അവിടെ ചിന്തിക്കേണ്ട കാര്യം, മോഡേൺ മെഡിക്കൽ സയൻസ് ഡെവലപ്പ് ആയിരിക്കുന്നത് ഒരുപാട് കാലത്തെ റിസർച്ചുകളും അതുപോലെ തന്നെ ഒരുപാട് പഠനങ്ങൾക്കും വിധേയമായിക്കൊണ്ടാണ്. അല്ലാണ്ട് ഒരിക്കലും ഇന്ന് രാവിലെ ഞാൻ വന്നിട്ട് പനിയായാൽ ഇന്ന ഗുളിക കഴിക്കണം, ഇന്ന ട്രീറ്റ്മെന്റ് ചെയ്യണം, അങ്ങനെ പറയുകയല്ല. ആദ്യം എന്താണ് പനി അഥവാ എന്താണ് ഫീവർ എന്ന് ഡിഫൈൻ ചെയ്യും. അതിന് അതെങ്ങനെ ബോഡിയിൽ പ്രവർത്തിക്കുന്നു എന്ന് ഡിഫൈൻ ചെയ്യും. അതിനുശേഷം ഈ പനി എന്ന അവസ്ഥയെ ശരീരത്തിൽ നിന്നും എങ്ങനെ മാറ്റാമെന്ന് പല റിസർച്ചുകൾ നടക്കും. ഈ റിസർച്ചുകൾ നടന്നാൽ മാത്രം പോരാ, ഈ റിസർച്ചുകൾ കൊണ്ടുണ്ടാകുന്ന റിസൾട്ടുകളെ കുറിച്ച് പഠിച്ച് ആ റിസൾട്ടുകളെ നമ്മൾ പരീക്ഷിക്കുകയും അതുപോലെ തന്നെ പല രീതിയിൽ അതിനെ മാനിപ്പുലേറ്റ് ചെയ്യുകയും ചെയ്തിട്ടാണ് അത് മെഡിസിനായിട്ട് നമ്മൾ പുറത്തിറക്കുക. അപ്പോൾ നമ്മൾ ഒരിക്കലും മോഡേൺ മെഡിക്കൽ സയൻസിനെ ഒരിക്കലും വിശ്വസിക്കാതിരിക്കേണ്ട ഒരു ആവശ്യകത വരുന്നത്. പിന്നെ ചില ചികിത്സാ പിഴവുകൾ തീർച്ചയായിട്ടും നമ്മുടെ ആശുപത്രികളിൽ ഞാൻ കണ്ടുവരാറുണ്ട്. അത് നിഷേധിക്കുന്നില്ല. അതിപ്പോ കഴിഞ്ഞ ഇടയ്ക്കാണെങ്കിലും പല വാർത്തകളായിട്ടും സർജറിക്കിടയിൽ ചികിത്സാ പിഴവ് വന്നു, അതുപോലെ തന്നെ മറ്റു ഇഞ്ചക്ഷൻസ് മാറിപ്പോവുക. ഇതൊക്കെ ഹ്യൂമൻ എറേഴ്സ് ആണ്. അതായത് മനുഷ്യർക്ക് വരുന്ന ഓരോ തെറ്റുകളാണ്. മനുഷ്യർക്ക് വരുന്ന തെറ്റുകൾ കൊണ്ട് നമുക്കൊരിക്കലും ശാസ്ത്രത്തെ ഒരിക്കലും നമുക്ക് തള്ളിപ്പറയാൻ കഴിയില്ല. അതുപോലെ തന്നെ ഇപ്പോൾ മത നേതാക്കൾ വന്നിട്ട് ഇന്ന ചികിത്സാ രീതി തെറ്റാണെന്ന് പറഞ്ഞാൽ അത് നമ്മൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം മത നേതാക്കൾ എക്സ്പേർട്ട് ആയിരിക്കുന്നത് മതപരമായ വിഷയത്തിലായിരിക്കും, റിലീജിയസ് ആയിട്ടുള്ള മാറ്റേഴ്സിലായിരിക്കും അവര് എക്സ്പേർട്ട് ആയിരിക്കുന്നത്. അതുപോലെ തന്നെ റിലീജിയനെ കുറിച്ച് പഠിച്ചാലും റിലീജിയൻ ഒരിക്കലും മെഡിക്കൽ സയൻസ് പഠിപ്പിക്കാനല്ല നമ്മൾക്കിടയിലുള്ളത്. അതൊരു ജീവിത രീതിയെ കുറിച്ചാണ്. എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എന്താണ് തെറ്റുകൾ, എന്താണ് ശരിയായിട്ടുള്ളത് എന്ന് പറയാൻ വേണ്ടിയാണ് മതങ്ങൾ ഇവിടെ ഉള്ളത്. അപ്പോൾ മതനേതാക്കൾ വന്നിട്ട് ഇതുപോലെ ഇന്ന ചികിത്സാ രീതി തെറ്റാണ്, നിങ്ങൾ ഇത് ചെയ്യരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് നോട്ട് അക്സെപ്റ്റബിൾ. കാരണം അവർ പറയുന്നത് ഒരു എവിഡൻസോ ഒരുവിധ ഒരുവിധ കാൽക്കുലേഷൻസും ഇല്ലാതെയാണ് അവർ പറയുന്നത്. പക്ഷെ നമ്മൾ ശാസ്ത്രീയമായി ശാസ്ത്രജ്ഞന്മാരും ഡോക്ടേഴ്സും പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കാരണം അവർ റിസർച്ച് ചെയ്ത് ഇതുപോലെ അതിന്റെ ഔട്ട്പുട്ട്സ് ആയിട്ടാണ് വരുന്നത്. ഇപ്പോൾ എല്ലാ ഡോക്ടേഴ്സിന്റെയും ഇപ്പൊ ചിലർ പറയും ഡോക്ടർമാരുടെ എയിം എന്ന് പറയുന്നത് പൈസ ഉണ്ടാക്കാനാണെന്നും മെഡിക്കൽ ഫീൽഡ് ഒരുപാട് മാനിപ്പുലേറ്റഡ് ആണെന്നും പറയും. പക്ഷെ എന്നാലല്ല, ചുരുക്കം ചില സംഭവങ്ങൾ ഉണ്ട് എങ്കിൽ പോലും ബാക്കി സക്സസ്ഫുൾ ആകുന്ന സംഭവങ്ങളെ നമ്മൾ കാണാറില്ല എന്നതാണ്. നിങ്ങൾ തന്നെ എടുത്തു നോക്കിയാൽ അറിയാം, നമ്മൾ വാഹനം ഓടിച്ച് അപകടം ഉണ്ടാകുന്നതിനേക്കാൾ കുറച്ച് അൺസക്സസ്ഫുൾ റേറ്റ് മെഡിക്കൽ മേഖലയിൽ ഒരു ചികിത്സ ചെയ്ത് ആ ചികിത്സ കാരണം ഒരാൾക്ക് പിഴവ് സംഭവിക്കുന്നു. ഈവൻ ഞാൻ നേരത്തെ പറഞ്ഞ വാഹനം ഓടിച്ച് ആക്സിഡന്റ് ആയാൽ അത് ചെറിയൊരു ശതമാനം ആൾക്കാർ നമുക്കറിയാം റോഡിലൂടെ വാഹനം ഓടിച്ച് ആക്സിഡന്റ് ആകും. അതിൽ കുറച്ച് ശതമാനം ആൾക്കാരെ മെഡിക്കൽ മേഖലയിൽ
ചികിത്സാ പിഴവുകൾ മൂലം അവർക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഈവൻ ഈ ആക്സിഡന്റ് ആയവരെ പോലും കൊണ്ടുപോകുന്നത് ആശുപത്രികളിലേക്ക്. അതുകൊണ്ട് തന്നെ ആശുപത്രികളുടെ സിസ്റ്റത്തെയും ആശുപത്രികളെയും നമ്മൾ വിശ്വസിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഈ കാണുന്ന എല്ലാ ചികിത്സാ രീതികളും ഇന്ന് നമുക്ക് യൂട്യൂബിലോ ഓൺലൈനിലോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പഠിക്കുവാൻ കഴിയും. അങ്ങനെ ഡോക്ടർമാരുമായിട്ടുള്ള ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, ഡോക്ടറിനോട് ചോദിക്കുക ഇതെന്ത് മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആണ്. അഥവാ ഫോർ എക്സാമ്പിൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ആൻജിയോഗ്രാം. അതുപോലെ തന്നെ ഹാർട്ട് അറ്റാക്കിന് ചെയ്യുന്ന പല റെമഡീസ്. ഹാർട്ട് അറ്റാക്ക് വന്നാൽ ഉടൻ തന്നെ നമ്മൾ ബ്ലഡിന്റെ ആർ ബി സിയെ തിന്നാക്കാൻ വേണ്ടി ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്. ആ ഇഞ്ചക്ഷനൊക്കെ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാവുന്നേ ഉള്ളൂ. ഈ മോഡേൺ മെഡിക്കൽ സയൻസ് അഥവാ മെഡിക്കൽ ശാസ്ത്രം പൂർണ്ണമായിട്ടും പഠിച്ച് ഡോക്ടർ ആകണം എന്നല്ല പറയുന്നത്. എന്നാലും അതിൻ്റെ അകത്തെ ചെറിയ ചെറിയ ഉള്ളടക്കങ്ങളെ കുറിച്ച് ഒരു ബേസിക് ഐഡിയ ഉണ്ടായിരിക്കുക. അതാകുമ്പം നമുക്ക് നമ്മുടെ കുടുംബക്കാർക്കാണെങ്കിലും നമുക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റും. എന്തെങ്കിലും ചികിത്സാ രീതികൾ നടക്കുന്നുണ്ടെങ്കിൽ അത് ഡോക്ടർമാരോട് നമുക്ക് ചോദിക്കാൻ പറ്റും. എന്ത് പ്രൊസീജിയറാണ് ആ ഡോക്ടർമാർ തീർച്ചയായും പറയുകയും ചെയ്യും. നമുക്ക് കോമൺ മാന് മനസ്സിലാകുന്ന രീതിയിൽ, ഒരു ലൈമാന്, ഒരു സാധാരണ മനുഷ്യന് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു തരാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ മെഡിക്കൽ മേഖലയെ കുറിച്ച് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ തെറ്റിദ്ധാരണകൾ മാറാവുന്നതേ. അതുപോലെ തന്നെ മറ്റു പല ചികിത്സാ രീതികളും കണ്ടുവരുന്നുണ്ട്. അക്യൂപഞ്ചർ എന്ന് പറയുന്നത് ഒരു ഏൻഷ്യൻ ചൈനീസ് മെഡിക്കൽ എന്ന് പറയാൻ കഴിയില്ലെങ്കിൽ ഒരു ചികിത്സാ രീതിയാണ്. ഞാൻ അതിനെ പൂർണ്ണമായിട്ടും നിഷേധിക്കുന്നില്ല. എങ്കിലും പല കാര്യങ്ങൾക്കും, ചെറിയ ചെറിയ കാര്യങ്ങൾക്കും അക്യൂപഞ്ചർ ഭേദം തരാറുണ്ടെങ്കിൽ പോലും വലിയ വലിയ രോഗങ്ങളായിട്ടുള്ള ഫോർ എക്സാമ്പിൾ ക്യാൻസർ, അതുപോലെ ഹാർട്ട് അറ്റാക്ക്, അങ്ങനെ ലങ് ഡിസോർഡേഴ്സ്, അതിനൊന്നും ഒരിക്കലും അക്യൂപഞ്ചർ ഒരിക്കലും ഒരു റെമഡി അല്ല. കാരണം അക്യൂപഞ്ചർ ഒരു ഫാക്ട്, ശാസ്ത്രീയമല്ലാത്ത ഒരു തിയറിയുടെ ബലത്തിലാണ് നിൽക്കുന്നത്. അതായത് QI എന്ന് പറയുന്ന എനർജി ശരീരത്തിലൂടെ ഒഴുകുകയും ആ QIയിൽ ഉണ്ടാകുന്ന അൺബാലൻസ്, അതായത് QIയിൽ ഉണ്ടാകുന്ന ബാലൻസുകളുടെ തെറ്റുകൾ മൂലമാണ് രോഗങ്ങൾ ഉണ്ടാകുന്നതാണ് പറയുന്നത്. പക്ഷെ നമുക്കറിയാം അങ്ങനെ ഒരു QI എന്ന ഒരു എനർജിയെ നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെതായ ഒരു ക്രെഡിബിലിറ്റി അക്യുപഞ്ചറും. നമുക്കറിയുന്നത് അലോപ്പതി, ആയുർവേദ, ഫിസിയോതെറാപ്പി, അതുപോലെ തന്നെ മോഡേൺ മെഡിസിനിൽ വന്നിട്ടുള്ള എല്ലാം നമുക്ക് ട്രൈ ഔട്ട് ചെയ്യാം. അലോപ്പതിക്ക് ഫാസ്റ്റർ ആയിട്ടുള്ള ക്യൂർ ഉണ്ട്, പക്ഷെ അതിനനുസരിച്ചുള്ള സൈഡ് എഫക്ട്സ് ഉണ്ട്. അങ്ങനെ ചില ആൾക്കാർ പറയുന്നത് ഭയങ്കര സൈഡ് എഫക്റ്റ് ആണ്, ലിവർ പോവും. നമുക്ക് അങ്ങനെ ഒരിക്കലും എപ്പോഴും അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം ഒരു ട്രീറ്റ്മെന്റിന് ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാകും, നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ സൈഡ് എഫക്റ്റിനേക്കാളും ബെറ്റർ ആണ് നമ്മൾ ആ ഒരു ആരോഗ്യ സ്ഥിതി നമുക്ക് വീണ്ടെടുക്കുക, അഥവാ രോഗാവസ്ഥയിൽ നിന്ന് മാറുക എന്നത് സൈഡ് എഫക്റ്റിനെ വെച്ച് നോക്കുമ്പോൾ വലുതായിരിക്കും. ഫോർ എക്സാമ്പിൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നതിന് ഏകദേശം ഒരു ഇപ്പോഴത്തെ കണക്കുകളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 0.1% എങ്കിലും ആക്സിഡന്റിന് സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും ഫ്ലൈറ്റ് യാത്ര നിഷേധിക്കാറില്ല. ബിക്കോസ് നമുക്ക് അവിടെ ചെല്ലുക എന്ന് പറയുന്നത് ഈ 0.1%-നേക്കാളും കൂടുതൽ ആവശ്യകതയാണ്. അങ്ങനെ വേണം, അങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട് ചിന്തിക്കണം. അല്ലാണ്ട് നമ്മൾ ഒരിക്കലും അശാസ്ത്രീയമായി ഒരു സമൂഹം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. സമൂഹത്തിൽ ശാസ്ത്രബോധം ഉണ്ടാകുക എന്നത് വളരെയധികം വേണ്ടപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾക്കിടയിൽ ശാസ്ത്രം പഠിച്ചവർ ഇത് പുറത്തേക്ക് പറഞ്ഞു കൊടുക്കണം. അഥവാ ഇങ്ങനെ തെറ്റിദ്ധാരണകൾ സമൂഹത്തിൽ ഉണ്ടാകുമ്പോൾ ആൾക്കാർക്കിടയിൽ ബോധവൽക്കരണം നടത്തണം. അതിൻ്റെയൊക്കെ ഇറയുമായിട്ടാണ് ഞാനും ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത്. ആൾട്ട് തിങ്ക് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഞാൻ രൂപീകരിച്ചിട്ടുണ്ട്. ആൾട്ട് തിങ്കിന്റെ എയിം എന്ന് പറയുമ്പോൾ കോംപ്ലക്സ് ആയിട്ടുള്ള സയൻസ് അഥവാ ശാസ്ത്രം എന്ന് പറയുന്നത് സിമ്പിളാക്കി ജനങ്ങൾക്കിടയിൽ എങ്ങനെ മനസ്സിലാക്കാം, അഥവാ നമ്മുടെ സമൂഹത്തിൽ എങ്ങനെ ശാസ്ത്രീയ ബോധം ഉണ്ടാകാം, എങ്ങനെ ഉണ്ടാക്കണം എന്ന് ചിന്തിച്ചുകൊണ്ടാണ്, അതിനുവേണ്ടി വർക്ക് ചെയ്തും ആണ് ഞാൻ ഈ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യുന്നു. പ്ലീസ് സപ്പോർട്ട് മീ. സയൻസിനെ കുറിച്ച് കൂടുതൽ അറിയാനും, അതുപോലെ സയൻസിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സും, അതുപോലെ തന്നെ സയൻസിൽ എന്തെങ്കിലും എന്നോട് ഷെയർ ചെയ്യാനും ഉണ്ടെങ്കിൽ പ്ലീസ് ഇമെയിൽ മീ. താങ്ക് യു.